മുളകൊണ്ട് തീർത്ത അത്ഭുതങ്ങൾക്ക് വേദിയാവുകയാണ് കൊച്ചി മറൈൻ ഡ്രൈവ്. വിരലിൻ്റെ വലിപ്പമുള്ള സ്പൂൺ മുതൽ വീടുകൾ അലങ്കരിക്കുന്നതിനുള്ള പടുകൂറ്റൻ ലൈറ്റുകൾ വരെ ഇവിടെയുണ്ട്. പാവപ്പെട്ടവന്റെ തടിയായ മുള കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള വിപണന സാധ്യത കൂടിയാണ് 21ാമത് കേരള ബാംബു ഫെസ്റ്റ് നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ്. അവിടെ തൃക്കേപ്പറ്റ, മേപ്പാടി പഞ്ചായത്തിലുള്ള തൃക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് പാവം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ അത് സ്ഥാപനം ബാംബു മ്യൂറൽസും അതുപോലെ തന്നെ ബാംബു ക്രാഫ്റ്റും ഉള്ളൊരു യൂണിറ്റാണ്. 20ഓളം പേര് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല വരുന്ന പഞ്ചായത്താണ്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. നമ്മൾ അത് ഡിഫറെൻറ്റ് മീഡിയത്തിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബാംബു ഫെസ്റ്റിൽ ബാംബുവിലാണ് ചെയ്യുന്നത്. അതെ, ഇത് ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഇപ്പോൾ ഇത് തന്നെ 2-3 ദിവസമായി ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് വരുന്ന വർക്കാണ്, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ്. അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇതുപോലെ ഒരുപാട് പേരൊന്നും ഇതങ്ങനെ വാങ്ങിക്കാറില്ല. കാരണം അതിനോടുള്ള ആർട്ടിനോട് താല്പര്യമുള്ളവരും അങ്ങനെയുള്ളവരാണ്. പിന്നെ ഇതിൻ്റെ വാല്യൂ നമ്മുടെ കേരളത്തിൽ അത്രമാത്രം വരുന്നില്ല. എന്നാൽ പോലും ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാതെ ഇത്രയും പേര് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് 2005 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 പേരിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 20ഓളം പേരുണ്ട്. കൂടുതലും വിമണാണ്. അപ്പോൾ ഒരു വിമൺ എംപവർമെൻ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ യൂസ് എങ്ങനെയാണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. ഇങ്ങനെ നമുക്കൊരു റിലാക്സേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനം. ഇതിൻ്റെ ധാന്യങ്ങൾ വറുത്തിട്ടതാണ്. ചെറുപയർ, വമ്പയർ അതൊക്കെ കേടാവാണ്ടിരിക്കാൻ റെയിൻ മേക്കർ എന്ന് പറയും. പോവാറുണ്ട്. അല്ലല്ല, ഇത് വൈക്കോലാണ്. വൈക്കോൽ കൊണ്ട് ചെയ്യുന്നത്. പ്രതലം ഇത് കാർഡ്ബോർഡിനകത്ത് തുണി ഒട്ടിച്ച്, ഇതൊക്കെ തുണി ഒട്ടിച്ചത്. മറ്റേത് കാർഡ്ബോർഡിനകത്ത് നേരിട്ട് ചെയ്തിരിക്കുക. ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. ഇത് നാഷണൽ അവാർഡ്, ഇപ്പോൾ 2023 നാഷണൽ അവാർഡ് കിട്ടിയ പടം. അതിൻ്റെ ഒരു മോഡലാണ്. 4 അവാർഡ് വാങ്ങിച്ച പടമാണ്. 1999 സ്റ്റേറ്റ് അവാർഡ്, 2014 നാഷണൽ മെറിറ്റ്, 2014 സ്റ്റേറ്റ് അവാർഡ്, 2023 നാഷണൽ അവാർഡ്. ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഏരിയ, കൽക്കട്ട എന്നൊക്കെയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് വരുന്നത്. ഇത് അധികവും ഇതിപ്പോൾ ചോളം ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ചോളത്തിൻ്റെ അതിൻ്റെ സീഡ് എടുത്തതിന് ശേഷമുള്ള സാധനമാണ്. ഇത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ബ്ലീച്ച് ചെയ്ത് വീണ്ടും കളർ കയറ്റിയിട്ട് വീണ്ടും ഉണക്കും. എന്നിട്ടാണ് ഇത് സ്റ്റഫ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 10-22 വർഷമായി. ഇതുവരെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. അങ്ങനെ തുടർന്നു പോകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും നമ്മുടെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഇത് വെച്ചിട്ട് ബ്രൈഡൽ ഐറ്റംസ് ചെയ്യുന്നുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഇതായിട്ടാണ് പോകുന്നത് ബിസിനസ്. നാച്ചുറലാണ്, ഫുൾ നാച്ചുറൽ. ഞങ്ങളതിന് വിപരീതമാണ്. എക്കോ ഫ്രണ്ട്ലി ഐറ്റമാണ്. 100% നാച്ചുറലാണ്, 100% ഹാൻഡിക്രാഫ്റ്റാണ്. കുറച്ച് ലേഡീസാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡിസൈനറാണ്, ഞാൻ ഡിസൈനറാണ്. ഞാൻ ചെയ്യുന്ന ഡിസൈൻസാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഒറിജിനലാണ്. ഇത് മരത്തിൻ്റെ തൊലി കൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം മരത്തിൻ്റെ തൊലിയാണ്. ഇത് പാളയില്ല, നമ്മളെ കവുങ്ങിൻ്റെ പട്ട അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് കളർ കൊടുത്തതാണ്.
ഇതിനുപയോഗിക്കുന്നത് ഈ ചങ്ങനക്കോല് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റിക്കാണ്. പിന്നെ അതുപോലെ ഇത് ഒറിജിനൽ പുല്ലാണിത്. ഇത് ഒറിജിനൽ പുല്ലാണ്. ഇതൊരു 10 വർഷം ഇങ്ങനെ നിന്നോളൂ. ഡ്രൈ ആക്കി എടുത്തതാണ്. ഇപ്പോൾ ഓരോ കളറിങ്ങനെ ചെയ്തതാണ്. മുള കൊണ്ടുണ്ടാക്കിയ വിശറിയുണ്ട്, കൊട്ടയുണ്ട്, നമ്മുടെ മുറമുണ്ട്. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും നിർബന്ധമായും ഉണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറി ഇന്ന് പ്ലാസ്റ്റിക് മുറങ്ങളും പ്ലാസ്റ്റിക് കോട്ടകളും എല്ലാം അവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ഒരു പാരമ്പര്യം കൂടെയാണ് നമുക്ക് ഈ ബാംബു മേളയിൽ കാണാൻ കഴിയുക. മറ്റൊരു ക്രിസ്മസ് കാലം കൂടി നമ്മളെ കാത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക്. മുള കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പുൽക്കൂടുകൾ വരെ നമ്മുടെ ഈ ബാംബു മേളയിൽ ലഭ്യമാണ്. നമ്മൾ മുള കൊണ്ടുള്ള പലതരത്തിലുള്ള പ്രൊഡക്ട്സ് കണ്ടു. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഇത് മുളയുടെ വേരാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. സാധാരണ ബാംബു ഫെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാറുള്ളതെല്ലാം മുളയിൽ നിന്ന് ചെയ്തെടുത്തിട്ടുള്ള കരവിരുതുകളാണ് സാധാരണ കാണലുള്ളത്. ഇത് ഒരു ആർട്ട് ഇൻസ്റ്റാളേഷനാണ്. ഇതൊരു യുണീക്ക് നാച്ചുറൽ ആർട്ട് ഇൻസ്റ്റാളേഷനാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു മുള പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 10-15 വർഷം കൊണ്ട് അതിനെ മണ്ണിനടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇതൊരു റൈസോം എക്കോസിസ്റ്റമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആർക്കും കാണാനായിട്ടൊരു അവസരം ലഭിക്കാറില്ല ഒരു മുളം കൂടിൻ്റെ അടിവശം എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഒരു നാച്ചുറൽ യുണീക്കായിട്ടുള്ള ഒരു ആർട്ട് പീസാണ്. കൂടാതെ സംസര എന്നുള്ളതാണ് ഈ ഒരു ആർട്ട് പീസിൻ്റെ പേര് നമ്മൾ നൽകിയിട്ടുള്ളത്. സംസര ഒരു ബുദ്ധിസ്റ്റ് ടേമാണ്. ബുദ്ധിസ്റ്റ് പാലി ലാംഗ്വേജിൽ സംസര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ലൈഫിനെയും റെസിലിയൻസിനെയും ഹോപ്പിനെയും എല്ലാമാണ്. ഇവിടെയുള്ള മുള കൊണ്ട് തീർത്ത ഈ അനേകായിരം വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് അതിശയവും അത്ഭുതവുമെല്ലാമാണ്. എന്നാൽ ഇവിടുത്തുകാർക്ക് ഇത് നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ്.